ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ 16-ാമത്തെ അധ്യായത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ആദ്യത്തെ ആ മഹാമാരികളെക്കുറിച്ച് നമ്മൾ കണ്ടു. 6-ാമത്തെ ദൂതൻ യൂഫ്രട്ടീസ് മഹാനദിയിലൊഴിക്കുന്നതും ഇപ്പോൾ രാജാക്കന്മാർക്ക് വേണ്ടി വഴിയൊരുക്കുന്നതും നമ്മൾ കണ്ടു. തുടർന്ന് നമ്മൾ വ്യാളിയുടെയും മൃഗത്തിൻ്റെയും വ്യാജപ്രവാചകൻ്റെയും വായിൽ നിന്ന് വരുന്ന ആ തവളകൾ പോലുള്ള അശുദ്ധാരൂപികളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിചിന്തനം നടത്തിയത്. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിനത്തിലെ യുദ്ധത്തിനായി ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരെ ഒന്നിച്ചു കൂട്ടാൻ പുറപ്പെട്ടവരും അടയാളങ്ങൾ കാണിക്കുന്നവരുമായ പൈശാചിക രൂപികളാണ്. ഇനി ഇവയെക്കുറിച്ചുള്ള ഈ ഒരു വിവരണത്തിലേക്ക് നമുക്ക് കടക്കാം. അവ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിനത്തിൽ, അപ്പോൾ ഈ ഒരു പ്രമേയം സർവശക്തനായ ദൈവത്തിൻ്റെ ആ ഒരു മഹാദിനം, അപ്പോൾ ഇത് ചരിത്രത്തിൻ്റെ അവസാനം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്. ഇവിടെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നിഷേധാത്മീയ ശക്തികളെല്ലാം പോരാട്ടത്തിനായിട്ട് ഒരുമിച്ച് കൂടുന്നത് നമ്മൾ കാണുന്നു. ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന ആ ചിത്രങ്ങൾ അത് യഹൂദ ക്രിസ്തീയ പാരമ്പര്യങ്ങളിലെ വിവരണങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്നതൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ചില പ്രതീകങ്ങൾ ഇവിടെ ഇത് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ കാണുമ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് കാണുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടത്. അന്ത്യദിനം അടുക്കുമ്പോൾ, ലോകാവസാനമൊക്കെ അടുക്കുമ്പോൾ ഈ തിന്മയുടെ ശക്തികളുടെ സാന്നിധ്യവും ആക്രമണവും രൂക്ഷമാകും എന്ന വിശ്വാസം ഉണ്ടായിരുന്നു. അന്ത്യയുഗത്തിൽ വരുന്ന മർദ്ദകൻ വിശ്വാസികളെ പീഡിപ്പിക്കുമെന്ന് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 23 മുതലുള്ള വാക്യങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മത്തായി 24:11 വ്യാജപ്രവാചകന്മാരൊക്കെ അന്ന് പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായി 24 നമുക്കൊന്ന് കാണാം. മത്തായി 24:11 വാക്യം: അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും നിഷേധിക്കുകയും ചെയ്യും. നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ അങ്ങനെ തുടരുകയാണ്. അപ്പോൾ ഈ അവസാന നാളുകളിൽ ഈ തിന്മയുടെ ശക്തികൾ കൂടുതൽ രൂക്ഷമായിട്ട് പ്രത്യക്ഷപ്പെടും എന്ന് പറയുന്നു. ഇനി ഇവിടെയുള്ള ആ ഒരു പ്രമേയം ദൈവത്തിൻ്റെ മഹാദിനത്തിലെ യുദ്ധം, അതും ഒരു അപ്പോക്കലിപ്റ്റിക് കാഴ്ചപ്പാടിലുള്ള ഒരു പ്രതീകം തന്നെയാണ്. അപ്പോൾ കർത്താവിൻ്റെ ദിനം എന്ന് പറയുന്ന പ്രമേയം അത് പഴയ നിയമത്തിൽ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ ദിനം വരുമ്പോൾ ഇന്ന് സംഭവിക്കുമെന്നൊക്കെ പ്രവചന്മാരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഏശയ്യ 13, ജെറമിയ 46, സെഫാനിയ ഒക്കെ ഇങ്ങനെയുള്ള പുസ്തകങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഏശയ്യ 13:6 മുതൽ ഉള്ള വാക്യങ്ങൾ: ഉച്ചത്തിൽ വിലപിക്കുവിൻ, കർത്താവിൻ്റെ ദിനം സമീപിച്ചിരിക്കുന്നു. സർവശക്തനിൽ നിന്നുള്ള വിനാശം പോലെ അത് വരും. എല്ലാ കാര്യങ്ങളും ദുർബലമാകും, എല്ലാവരുടെയും ഹൃദയം ഉരുകും. അപ്പോൾ കർത്താവിൻ്റെ ദിനം വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ പ്രവാചകന്മാർ അവതരിപ്പിക്കുന്നു. അതുതന്നെ ജെറമിയ പ്രവാചന പുസ്തകത്തിൽ 46-ാം അധ്യായത്തിലുണ്ട്, സെഫാനിയ 1-ാമത്തെ അധ്യായത്തിൽ ഒക്കെയുണ്ട്. അപ്പോൾ ഇത് ദൈവം അനീതി പ്രവർത്തിക്കുന്നവരുടെ മേൽ വിധി പ്രസ്താവിക്കുന്ന ദിനമാണ് ഈ കർത്താവിൻ്റെ ദിനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഴയ നിയമത്തിലുടനീളമുള്ള ഒരു
പ്രമേയം തന്നെയാണ്. അപ്പോൾ ഈ ഒരു അപ്പോക്കലിപ്റ്റിക് ആ ഒരു ചിന്താഗതി തന്നെയാണ് ഇവിടെയും എടുത്തിരിക്കുന്നത്. പിന്നെ യുദ്ധം എന്നുള്ള ആ പ്രതീകം അത് ബൈബിളിൽ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഏകദേശം 300-ൽ പരം പ്രാവശ്യം യുദ്ധത്തിൻ്റെ പ്രതീകം പഴയ നിയമത്തിലുടനീളം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ദൈവത്തിൻ്റെ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു പ്രതീകം തന്നെയാണ്. തിന്മയുടെ ശക്തികൾക്കെതിരായിട്ട് ദൈവം ശക്തമായിട്ട് ഇടപെടുന്നതാണ് ഈ ഒരു പ്രതീകം വഴിയായിട്ട് അവതരിപ്പിക്കുന്നത്. ഇനി കുമ്രാൻ സമൂഹത്തിൽ പ്രകാശത്തിൻ്റെ പുത്രരും അന്ധകാരത്തിൻ്റെ പുത്രരും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാണ് മിശിഹാ യുഗം ആരംഭിക്കുന്നത് തന്നെ. ഇനി ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ യുദ്ധത്തിൽ അവർ ഏർപ്പെടുന്ന യുദ്ധത്തിൽ ദൈവം തന്നെയാണ് അവർക്ക് മുന്നേ പോകുന്നത്, അവർക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യിക്കുന്നതും ദൈവം തന്നെയാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ ആ പ്രത്യേകത, ദൈവമാണ് ഈ തിന്മയുടെ ശക്തിക്കെതിരായിട്ട് യുദ്ധം നയിക്കുന്നത്, ജനത്തിനു വേണ്ടി യുദ്ധം നടത്തുന്നതും ദൈവം തന്നെയാണ്, ജയിക്കുന്നതും യുദ്ധം ജയിക്കുന്നതും ദൈവം തന്നെയാണ്. ഇനി പുതിയ നിയമത്തിൽ യുദ്ധത്തിൻ്റെ ഒരു പ്രമേയം അത് ദൈവശാസ്ത്ര പ്രമേയമായിട്ട് എടുത്തിരിക്കുന്നത് വെളിപാട് ഗ്രന്ഥത്തിൽ മാത്രമാണ്. പക്ഷേ ഇവിടെ വളരെ ശ്രദ്ധാപൂർവമാണ് ഈ ഒരു പ്രമേയം എടുത്തിരിക്കുന്നത്. നമ്മൾ വെളിപാട് ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളത് തിരിച്ചറിയും. ഒന്നാമത്തേത്, ദൈവജനത്തിന് ഈ പോരാട്ടത്തിൽ യുദ്ധത്തിൽ യാതൊരു സ്ഥാനവുമില്ല. ഇപ്പോൾ വെളിപാടിൽ യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും ദൈവജനം ഏതെങ്കിലും ശക്തിക്കെതിരെ യുദ്ധം ചെയ്യുന്നത് കാണുന്നുണ്ട്? ഇല്ല, ഒരിക്കലുമില്ല. ആ തിന്മയുടെ ശക്തികൾ ഇവർക്കെതിരെ യുദ്ധം ചെയ്യുന്നതും ഇവരെ വധിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഉദാഹരണം 11-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യത്തിൽ. പക്ഷേ ദൈവജനം നേരിട്ട് ഈ യുദ്ധത്തിൽ ഏർപ്പെടുന്നില്ല എന്ന് അറിയുക. ഇനി രണ്ടാമത്തേത്, ഈ യുദ്ധം എപ്പോഴും തിന്മയുടെ ശക്തികളുടേതാണ്. ഇതിന് അല്പം വ്യത്യസ്തമായിട്ട് അപവാദമായിട്ടുള്ളത് വേണമെങ്കിൽ പറയാം. 12-ാം അധ്യായത്തിൽ മിഖായേലും സാത്താനുമായിട്ടുള്ള യുദ്ധമാണ്. അത് പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ആ യുദ്ധം, അത് യേശുവിൻ്റെ കുരിശുമരണത്തിൽ സംഭവിക്കുന്ന ആ കാര്യമാണ്. മിഖായേലിൻ്റെ സൈന്യവും സാത്താൻ്റെ സൈന്യവും തമ്മിലുള്ള യുദ്ധം അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇനി ഈ യുദ്ധത്തെക്കുറിച്ചുള്ള സൂചനകളും തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള യുദ്ധത്തിൻ്റെ സൂചനകൾ വെളിപാടിൽ പലയിടത്തുമൊക്കെയുണ്ട്. ഉദാഹരണത്തിന് 13-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ ഉള്ള ഒരു ചോദ്യം, ഈ മൃഗത്തിനെതിരെ ആർക്ക് പോരാടാൻ കഴിയും? അപ്പോൾ അവർ പറയുന്നത്, അവകാശപ്പെടുന്നത് അതിനെതിരെ യുദ്ധം ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ല എന്ന്. അത് ആരുടെ ഭാവമാണ്? മൃഗത്തെ ആരാധിക്കുന്നവരുടെ ഭാവമാണ്. അതായത് ഈ മൃഗത്തെ തോൽപ്പിക്കാൻ, ഈ സംവിധാനത്തെ, ഈ വ്യവസ്ഥിതിയെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇനി യേശു പോരാടുന്നത് എങ്ങനെയാണ്? തൻ്റെ വായിലെ വാളുകൊണ്ടാണ്. വെളിപാട് 2:16 തിന്മയ്ക്കെതിരെയുള്ള യേശുവിൻ്റെ യുദ്ധം. അപ്പോൾ വായിലെ വാളുകൊണ്ടെന്ന് പറയുമ്പോഴെന്താണ്? വചനത്തിൻ്റെ ശക്തിയാലാണ്, വചനം കൊണ്ടാണ് യേശു പോരാടുന്നത്. ഈ യുദ്ധത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് എന്താണ്? നീതിയാണ്. 19-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ. ഇനി യുദ്ധം ചെയ്ത യേശുവിൻ്റെ ചിത്രം നമ്മൾ 7-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. യേശുവിൻ്റെ രക്തത്തിൽ മുക്കിയ വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. എന്താണത് അർത്ഥമാക്കുന്നത്? യേശു ആ രാജാക്കന്മാർക്കെതിരെയോ അല്ലെങ്കിൽ വ്യാളിക്കെതിരെയോ യുദ്ധം ചെയ്തതാണോ? അല്ല, അവിടുത്തെ കുരിശുമരണത്തെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ യേശുവിൻ്റെ ആ യുദ്ധം എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ ആ കുരിശുമരണം തന്നെയാണ്. അപ്പോൾ യുദ്ധം അത് ആ ലൗകിക തലത്തിലുള്ള യുദ്ധം എന്ന് പറയുന്നത് അത് തിന്മയുടെ ശക്തികളുടേത് മാത്രമാണ്. ഇനി ഈ തിന്മയുടെ ശക്തികളുടെ പോരാട്ടത്തെപ്പറ്റി പല സൂചനകൾ നമ്മൾ വെളിപാട് ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. ഉദാഹരണം 11-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യത്തിൽ അഗാധ ഗർത്തത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം 2 സാക്ഷികൾക്കെതിരെ യുദ്ധം ചെയ്യുകയും അവർ തോൽപ്പിക്കുകയും വധിക്കുകയും ചെയ്യുന്നു, 11:7. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശ്വസ്തർക്കെതിരെ യുദ്ധം ചെയ്യുന്നത് കാണുന്നുണ്ട് 12-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ. പിന്നെ വിശുദ്ധർക്കും പ്രിയപ്പെട്ട പട്ടണത്തിനുമെതിരെ യുദ്ധം ചെയ്യുന്നത് അത് 20:9 കാണുന്നുണ്ട്. ഇനി ക്രിസ്തുവിനെതിരെയും
ഒക്കെ യുദ്ധം ചെയ്യുന്നു, യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്നു നമ്മൾ കാണുന്നുണ്ട്. 17 19 അധ്യായങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷേ വിജയം വരിക്കുന്നത് ക്രിസ്തു തന്നെയാണ്. 17 അധ്യായത്തിൽ 14 വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മളത് കാണുന്നുണ്ട്. 17 14 ഞാൻ വായിക്കാം. ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും, എന്നാൽ കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും. അപ്പോൾ കുഞ്ഞാടിനെതിരെ ഇവർക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ആ പ്രതീകം നമ്മൾ തിരിച്ചറിയേണ്ടത് അത് തിന്മയുടെ ശക്തികളുടെ ഒരു അവരുടെ ആക്രമണമാണ് ഇവിടെ എടുത്തു പറയുന്നത്. ദൈവജനം ഒരിക്കലും യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്നില്ല. അവർ ഈ തിന്മയുടെ ശക്തിയുടെ ആക്രമണത്താൽ അവർ വധിക്കപ്പെടുന്നു, പീഡനങ്ങൾ അവർ സഹിക്കേണ്ടി വരുന്നു. ഇനി ക്രിസ്തുവിൻ്റെ യുദ്ധം എന്ന് പറയുന്നത് അവിടുത്തെ വചനം കൊണ്ടുള്ള ആ യുദ്ധം തന്നെയാണ്. ഇനി ഇവിടെ ദൈവക്രോധത്തിൻ്റെ ദിനം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ഒരു പ്രമേയമുണ്ട്. എന്താണത്? ദൈവത്തിൻ്റെ ആ ദിനമാണ്. ദൈവക്രോധത്തിന്, അതായത് വിജയം വരിക്കുന്നത് ദൈവം തന്നെയാണ്. അപ്പോൾ തിന്മയെ ഇല്ലാതാക്കുന്ന സർവപ്രപഞ്ചത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ അധികാരമാണ് വെളിപാടിലെ ചരിത്ര ദർശനത്തിൻ്റെ അച്യുതണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ തിന്മകളെയും ഇല്ലാതാക്കുന്നവനാണ് ദൈവം. അപ്പോൾ ഈ ശക്തിയാണ് വെളിപാട് ഗ്രന്ഥകാരൻ ഇവിടെ ആരാധന സമൂഹത്തിൻ്റെ മുന്നിൽ കുറേ കൂടി വ്യക്തമാക്കുന്നത്. ഇനി ഈ ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരെക്കുറിച്ച് ഇപ്പോൾ അവർക്കൊക്കെ കടന്നു വരുവാനായിട്ട് വഴിയൊരുക്കുന്നു. അപ്പോൾ ഈ ലോകമെമ്പാടുമുള്ള രാജാക്കന്മാർ ആരാണ്? അവർ തിന്മയുടെ ശക്തികളുടെ കൂടെ നിൽക്കുന്നവരാണ്. ദൈവത്തിനും ദൈവജനത്തിനുമൊക്കെ എതിരായിട്ട് യുദ്ധത്തിലേർപ്പെടുകയും എന്നാൽ പരാജയപ്പെടുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ചുള്ള പല പരാമർശങ്ങളും പ്രവാചക പരാമർശങ്ങളും പഴയ നിയമത്തിൽ കാണാം. എസെക്കിയേലിൻ്റെ പുസ്തകത്തിലെ 38 അധ്യായം 1 മുതൽ 6 വരെ, സക്കറിയ 14:2, ജോയേൽ 3:1-17. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിനെതിരെ ഇവരൊക്കെ ഇറങ്ങി പുറപ്പെട്ടെങ്കിലും ഇവരൊക്കെ അവസാനം പരാജയപ്പെടുമെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ യുദ്ധമെന്ന് പറയുന്നത് സ്വർഗത്തിനെതിരെയുള്ള യുദ്ധമാണ്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം. ഇപ്പോൾ ഇവിടെ ഈ ലോകത്തിന് നിയന്ത്രണം തങ്ങളുടെ കൈവശമാണ് എന്നാണ് ഈ അധികാര വ്യവസ്ഥിതികളുടെ ഒക്കെ ഭാവം. ഈ സാമ്രാജ്യങ്ങളുടെ ഒക്കെ ഭാവം അതാണ്. പക്ഷേ അവസാനം വിജയിക്കുന്നത് ദൈവം തന്നെയാണ് എന്ന് നമ്മളിവിടെ തിരിച്ചറിയുന്നു. ഇവിടെ പറയുന്നു രാജാക്കന്മാരെ ഒന്നിച്ചു കൂട്ടുന്നു, അതുപോലെ തന്നെ അടയാളങ്ങൾ കാണിക്കുന്ന പൈശാചിക അരൂപികളാണ് ഇവർ എന്ന് പറയുന്നു. അടയാളങ്ങൾ കാണിക്കുന്നു, അത് നമ്മൾ നേരത്തെ കണ്ട ആശയം തന്നെയാണ്. തെറ്റായിട്ടുള്ള അടയാളങ്ങളാൽ വഴിതെറ്റിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള വ്യവസ്ഥിതികളുടെ ഒക്കെ തനിനിറം നമ്മൾ തിരിച്ചറിയണമെന്നാണ് ആരാധന സമൂഹത്തോട് പറയുന്നത്. അപ്പോൾ ഈ സന്ദേശങ്ങളെല്ലാം ആരാധന സമൂഹത്തെ ഉദ്ദേശിച്ചുള്ളതാണ്. ഇതൊക്കെ അവതരിപ്പിക്കുന്നതാണ്. ഇവരൊക്കെ നിങ്ങളെ വഴിതെറ്റിക്കുന്നവരാണ്. ഇപ്പോൾ ഇവരുടെയൊക്കെ ആ സുഖഭോഗങ്ങൾ, ആ ആർത്തി 17 അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോഴും നമ്മൾ കാണും. ബാബിലോണിൻ്റെ ആ വിവരണത്തിൽ കുറേ കൂടി വിശദമായിട്ട് നമ്മളൊക്കെ കാണും. അപ്പോൾ ഇവരുടെ ആ ആർഭാടമെല്ലാം കണ്ടിട്ട് അതിൽ മയങ്ങി നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുന്നു. ഇതാണ് എല്ലാം എന്ന് കരുതി നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുന്നു. ലവോദിക്കയിലെ സഭ അങ്ങനെ ഒരു തെറ്റിൽ പെടുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരോട് പറയുന്നു, നിങ്ങൾ ഈ തെറ്റായിട്ടുള്ള അടയാളങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക. ഇനി 15 വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇതും ആരാധന സമൂഹത്തോട് ഉള്ള സന്ദേശം തന്നെയാണ്. ഇതാ ഞാൻ കള്ളനെപ്പോലെ വരുന്നു, ഉണർന്നിരിക്കുന്നവനും നഗ്നനായി നടന്ന് ആളുകൾ തന്നെ നഗ്നത കാണാതിരിക്കാൻ വസ്ത്രം സൂക്ഷിക്കുന്നവനും അനുഗ്രഹീതൻ. ഇവിടെ നമ്മൾ ഇതുവരെ കണ്ട ആ വിവരണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാക്യമാണിത്. അപ്പോൾ ഇവിടെ ആ ക്രോധത്തിൻ്റെ പാത്രങ്ങളുടെ വിവരണം, കലശങ്ങളുടെ ആ വിവരണം, അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ശൈലിയാണ് ഇവിടെ കാണുക. ഇത് ആരാധന സമൂഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു വചനം ഇവിടെ ഇടയ്ക്ക് ചേർത്തിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഇവിടെ പ്രപഞ്ചത്തിൽ നടക്കാൻ പോകുന്ന ഈ
അവസാന യുദ്ധത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴും അതെല്ലാം ആരാധന സമൂഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനാണ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആരാധന സമൂഹത്തെ ഉദ്ദേശിച്ചുള്ളതാണ്, അല്ലാതെ ലോക അവസാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്താനൊന്നുമല്ല. ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അത് ആർക്കാണ് സംഭവിക്കുന്നത്? അത് തിന്മയുടെ കൂടെ നിൽക്കുന്നവർക്കാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവാൻ എന്നാണ് ആരാധന സമൂഹത്തോട് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ദിനത്തിൽ ജാഗ്രതയോടെ ആയിരിക്കാനായിട്ടുള്ള ആഹ്വാനമാണ് ഇവിടെ നൽകുന്നത്. ഇനി ഇവിടെ കള്ളനെപ്പോലെ വരുന്നു എന്നുള്ള ആ ഒരു പ്രമേയം, പരാമർശം, അത് നമ്മൾ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണം മത്തായി 24:43 പറയുന്നു, കള്ളൻ രാത്രിയിൽ ഏതു സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇട കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങളറിയുന്നു. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. ഇപ്പോൾ ഇവിടെ ആ കള്ളനെ പോലെ വരുമെന്നുള്ള ആ പരാമർശം ഉദ്ദേശിക്കുന്നത് നാം ദൈവജനം എന്നും ജാഗ്രത പുലർത്തണം എന്ന് പറയുവാനായിട്ടാണ്. ഇപ്പോൾ കർത്താവ് രാത്രിയിൽ കള്ളനെ പോലെ വരുന്നതിനെക്കുറിച്ച് തെസ്സലോനിക്കർക്കുള്ള 1-ാമത്തെ ലേഖനത്തിലും നമ്മൾ കാണുന്നുണ്ട്, 5-ാം അധ്യായം 2-4 വാക്യങ്ങളിൽ. അതുപോലെ തന്നെ വെളിപാട് 3:3 സാർദിസിലുള്ള സഭയോടുള്ള ആ കത്തിലും ഇത് തന്നെ കാണുന്നുണ്ട്. വെളിപാട് 3:3 അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എപ്രകാരമാണെന്ന് അനുസ്മരിച്ച് കാത്തു സൂക്ഷിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യാം. നീ ഉണർന്നിരിക്കുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെപ്പോലെ വരും. ഏത് മണിക്കൂറിലാണ് ഞാൻ നിനക്കെതിരെ വരികയെന്ന് നീ അറിയുകയില്ല. അപ്പോൾ ആരാധന സമൂഹത്തോട് ആരംഭത്തിൽ പറഞ്ഞ അത് തന്നെയാണ് ഈ വെളിപാട് ഗ്രന്ഥത്തിലെ വിവരണങ്ങളുടെ അവസാന ഭാഗത്തും ആവർത്തിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പരസ്പര ബന്ധിതമാണെന്ന് കാണിക്കുന്നു. അപ്പോൾ ഈ വെളിപാട് ഗ്രന്ഥം മുഴുവൻ ആരാധന സമൂഹത്തെ ഉദ്ദേശിച്ചുള്ളതാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നമ്മൾ ഓർക്ക്. ഇത് ഒരു ജനക്കൂട്ടത്തിന് വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥമല്ല, ആരാധന സമൂഹത്തിന് വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. അപ്പോൾ യേശുവിനോട് വിശ്വസ്തത പുലർത്തുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഈ വെളിപാട് ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ വെളിപാട് ക്രിസ്തു നേരിട്ട് ആരാധന സമൂഹത്തോട് സംസാരിക്കുന്ന രംഗമാണ് നമ്മളിവിടെ കാണുക. അപ്പോൾ ദർശന വിവരണത്തിൽ വിശുദ്ധരുടെ സമൂഹത്തോട് ക്രിസ്തു നിരന്തരം സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ 2-3 അധ്യായങ്ങൾ മാത്രമല്ല, വെളിപാട് ഗ്രന്ഥത്തിലുടനീളം ക്രിസ്തു തൻ്റെ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന അടുത്ത ഒരു പ്രയോഗവും അതും നമുക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പ്രയോഗം തന്നെയാണ്. ഉണർന്നിരിക്കുക, നിതാന്ത ജാഗ്രത പുലർത്താനായിട്ടുള്ള ഒരു ആഹ്വാനം തന്നെയാണിത്. ലൂക്ക 22:46, ലൂക്ക 22:46 നമുക്ക് ആ വചനഭാഗം നമുക്കൊന്ന് കാണാം. 22:46 അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കുവാനായിട്ട് ക്രിസ്തു തൻ്റെ ശിഷ്യ സമൂഹത്തോട് ആവശ്യപ്പെടുന്നു. ആ ഒരു ആഹ്വാനം തന്നെയാണ് ഇവിടെ വെളിപാടിലും ആവർത്തിക്കപ്പെടുന്നത്. 1 കോരിന്തോസ് 16-ാം അധ്യായത്തിൽ, അല്ലെങ്കിൽ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 4, 1 തെസ്സലോനിയൻ 5:6, 1 പത്രോസ് 5:8. അപ്പോൾ ഇങ്ങനെയുള്ള പല ഇടങ്ങളിലും നമ്മൾ ഈ പ്രയോഗം തന്നെ കാണുന്നുണ്ട്. ഇപ്പോൾ സാർദിസിലുള്ള ആ സഭയോടും ഉണർന്നിരിക്കുവാനായിട്ട് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുക. അപ്പോൾ ഉണർന്നിരിക്കുവാനായിട്ടുള്ള ആ ഒരു സന്ദേശം. ഇനി ഇവിടെ പറയുന്ന വാക്യം അനുഗ്രഹീതർ എന്നുള്ള ആ ഒരു പ്രയോഗം. വസ്ത്രം സൂക്ഷിക്കുന്നവരും അനുഗ്രഹീതർ, ബ്ലെസ്സഡ്, മക്കാരിയോയി. ഇപ്പോൾ നമ്മൾ നേരത്തെ വെളിപാടിലെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടിരുന്നു, വെളിപാടിൽ 7 അനുഗ്രഹ വചസ്സുകളുണ്ട്. അതിൽ 3-ാമത്തെ അനുഗ്രഹ വചസ്സാണ് ഇത്. അപ്പോൾ ഈ അനുഗ്രഹീതർ എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ആശയം, പ്രമേയം എന്താണ്? ഈ
ലോകാവസാനത്തെക്കുറിച്ചൊക്കെ പറയുന്നെങ്കിലും ഇതിലെ യഥാർത്ഥമായിട്ടുള്ള സന്ദേശം അനുഗ്രഹത്തിൻ്റെ സന്ദേശം തന്നെയാണ്. അപ്പോൾ ദൈവജനം അനുഗ്രഹീതരാണ്. അപ്പോൾ ഇത് കണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതൊക്കെ തിന്മയുടെ ശക്തികൾ അനുഭവിക്കേണ്ട ശിക്ഷ തന്നെയാണ്. പക്ഷേ ദൈവജനം സന്തോഷിക്കുവാൻ, കാരണം അവർ അനുഗ്രഹീതരാണ്. അപ്പോൾ നിരന്തരമായിട്ടുള്ള നുണപ്രചാരണങ്ങൾക്കെതിരെ ദൈവജനം ജാഗ്രത പുലർത്തണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വചനം, ഈ ഒരു ആഹ്വാനം ആരാധന സമൂഹം വിശ്വസ്തതയിൽ നിലനിൽക്കുവാനായിട്ട് ഉള്ള ഒരു ആഹ്വാനം തന്നെയാണ്. അപ്പോൾ വിശ്വാസത്തിൽ മന്ദീഭവിച്ചവരെ മാനസാന്തരപ്പെടാനായിട്ട് ഉള്ള ഉദ്ബോധനമാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ വെളിപാട് ഗ്രന്ഥത്തിൽ ഈ മൂന്നാമത്തെ സപ്തഗണത്തിൽ വളരെ ശോഭജനകമായിട്ടുള്ള വിവരണങ്ങളുടെ ഇടയിലും വെളിപാട് ഗ്രന്ഥകാരൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ആരാധന സമൂഹം തന്നെയാണ്. ഇനി അവർക്കുള്ള സന്ദേശമാണത്. ഇനി അവരോട് പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾ വസ്ത്രം സൂക്ഷിക്കുക, വസ്ത്രം സൂക്ഷിക്കുക, മലിനമാകാതെ സൂക്ഷിക്കുക. ഇപ്പോൾ സൂക്ഷിക്കുക എന്നുള്ള ആ പ്രയോഗം തേരയോ സംരക്ഷിക്കുക, അത് നമ്മൾ വെളിപാട് 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ട പ്രയോഗം തന്നെയാണ്. 1-ാമത്തെ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം, എൻ്റെ പ്രാരംഭത്തിൽ തന്നെ നമ്മൾ അത് കാണുന്നുണ്ട്. ഇതിൽ എഴുതപ്പെട്ടവ പാലിക്കുന്നവരും അനുഗ്രഹീതർ. എഴുതപ്പെട്ടവ പാലിക്കുന്നവരും അനുഗ്രഹീതർ. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ തേരയോ എന്നുള്ള ആ പ്രയോഗം തന്നെയാണ്. അപ്പോൾ വസ്ത്രം സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ എന്നാണ് അർത്ഥമാക്കുന്നത്? യേശു അവരോട് പറയുന്ന കാര്യങ്ങളെല്ലാം അത് വിശ്വസ്തയോടെ പിന്തുടർന്ന് ആ വിശുദ്ധിയുടെ വസ്ത്രം മലിനമാകാതെ സൂക്ഷിക്കുക എന്നതാണ്. ഇപ്പോൾ നഗ്നത കാണാതെ വെളിവാകാതെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്, നഗ്നത എന്ന് പറയുമ്പോൾ അവർ വിശ്വസ്തത കാണിക്കാത്ത ആ ഒരു അവസ്ഥ. അപ്പോൾ അതിന് ഇടവരരുത്. പിന്നെ ചിലപ്പോൾ ഈ ഒരു ഭാഗം അത് ജ്ഞാനസ്നാനവുമായിട്ട് ബന്ധപ്പെടുത്തിയും ചിലരൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്തുവിനെ ധരിക്കുന്നതായിട്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തെ ആധാരമാക്കി ആണ് ഇത് വ്യാഖ്യാനിക്കുക. അപ്പോൾ അവിടെ ലഭിക്കുന്ന ആ മാമോദിസ വഴി, ജ്ഞാനസ്നാനം വഴി നമുക്ക് ലഭിക്കുന്ന ആ വിശുദ്ധിയുടെ വസ്ത്രം അത് കാത്ത് സൂക്ഷിക്കുന്നതുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയിൽ നിലനിൽക്കുക, അങ്ങനെ അവിടുത്തെ വരവിനായിട്ട് ജാഗ്രതയോടെ ഇരിക്കുക. അപ്പോൾ അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ വസ്ത്രം സൂക്ഷിക്കുക. ഇനി വസ്ത്രം സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലുന്നുണ്ട്. ലവോദിക്കയിലെ സഭയോട് പറയുന്നുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് പറയുന്ന വളരെ ശക്തമായിട്ടുള്ള അവർക്കെതിരെയുള്ള ഒരു വചനമുണ്ട്. ലവോദിക്കയിലെ സഭ അഭിമാനിക്കുന്നത് തങ്ങൾക്കെല്ലാം ഉണ്ട്, തങ്ങൾക്ക് ഒന്നിൻ്റെയും ആരുടെയും ആവശ്യമില്ല എന്നാണ് അവർ ഒക്കെ അവകാശപ്പെടുക. അപ്പോൾ അവരോട് പറയുന്നു 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ, നീ അവശനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണവും നിൻ്റെ നഗ്നതയുടെ നാണം വെളിവാകാത്ത വിധം ധരിക്കാൻ ധവള വസ്ത്രവും കാഴ്ച ലഭിക്കാൻ കണ്ണിലെഴുതാനുള്ള ലേപനവും എന്നോട് വാങ്ങുക. അപ്പോൾ അവരുടെ നഗ്നത മറിക്കുവാനായിട്ട് അവിടുന്ന് തരുന്ന വസ്ത്രമാണ് നാം ധരിക്കേണ്ടത്. അപ്പോൾ ആ ലവോദിക്കയിലുള്ള സഭയോട് പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കാം. അപ്പോൾ ഈ വിവരണവും ഇവിടെ അർത്ഥമാക്കുന്നത് ദൈവജനം അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ വിശുദ്ധിയിൽ എന്നും നിലനിൽക്കാനായിട്ടാണ്. അപ്പോൾ ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രമേയം. അവിടുത്തെ ദിനത്തിനായി, കർത്താവിൻ്റെ ദിനത്തിനായിട്ട് എന്നും ജാഗ്രതയോടെ നിൽക്കുവാനായിട്ട് ഇവരോട് ആഹ്വാനം ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് വെളിപാടിലെ 3-ാമത്തെ സപ്തഗണത്തിൻ്റെ ഇടയ്ക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗം ആരാധന സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ളത് തന്നെയാണ്. അപ്പോൾ ആരാധന സമൂഹത്തോട് പറയുന്നു, നിങ്ങൾ തിന്മയുടെ ശക്തികൾക്കെതിരെ ദൈവം ഇടപെടുന്നത് കണ്ടിട്ട് നിങ്ങളുടെ
ആ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിയുക. നിങ്ങൾ വിശ്വസ്തയോടെ നിന്നാൽ തീർച്ചയായിട്ടും ഈ ശിക്ഷാവിധിയിൽ നിങ്ങൾ പങ്കുചേരുകയില്ല എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ ജാഗ്രതയോടെ ഇരിക്കാനായിട്ട്, വിശ്വസ്തത പുലർത്തുവാനായിട്ട് ദൈവം അവരോട് ആവശ്യപ്പെടുന്നു. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. 16-ാമത്തെ വാക്യം ഹെബ്രായ ഭാഷയിൽ ഹർമാഗെദോൺ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവ ഒന്നിച്ചുകൂട്ടി. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഒക്കെ മുന്നോടിയായിട്ട് ഈ ജനം മുഴുവൻ ഹർമാഗെദോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്നിച്ച് ചേരുന്നതാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ എന്താണ് അത് അർത്ഥമാക്കുന്നത്? അപ്പോൾ ഈ അന്ത്യ ദിനത്തിലെ യുദ്ധം, നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ആർമഗഡോൺ എന്നൊക്കെ പറയപ്പെടുന്ന ആ ഒരു പ്രതിഭാസം, അതെന്താണ് അർത്ഥമാക്കുന്നത്, എന്ത് സന്ദേശമാണ് നമുക്ക് നൽകുന്നത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.